മറ്റൊരു വിസ്മയം കൂടി വരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് വിസ്മയമാകാൻ ജയൻ ചേർത്തലയും എന്നുള്ളതാണ് ചോദ്യം. KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു നടൻ ജയൻ ചേർത്തല. നേരത്തെ CPI അംഗമായിരുന്നു, ഇപ്പോൾ താരസംഘടന അമ്മയുടെ വൈസ് പ്രസിഡന്റാണ്. ആലപ്പുഴ മണ്ഡലത്തിലെ ചില കാര്യങ്ങൾ പറയാനാണ് വന്നതെന്നാണ് ജയൻ ചേർത്തല റിപ്പോർട്ടറിനോട് പറഞ്ഞത്. മറ്റൊരു വിസ്മയം. അയ്യോ, ഞാൻ വേറെ എൻ്റെ MP അല്ലേ, എൻ്റെ MP ആയതുകൊണ്ട് ആലപ്പുഴയുടെ ഒരു ആവശ്യമായിട്ട് ഞാൻ സംസാരിക്കാൻ വന്നത്. അത് ചേട്ടനല്ലേ, പ്രേംകുമാർ ചേട്ടനല്ലേ, വേറെ അല്ല, നമ്മൾ വേറെ. സുനിഷ അയ്യല്ലൂരും റോഷിപാലും ചേരുന്നുണ്ട്. ആദ്യം സുനിഷ അയ്യല്ലൂരിലേക്ക്. സുനിഷ അയ്യല്ലൂര്, ജയൻ ചേർത്തല പറയുന്നത് മണ്ഡലത്തിലെ മറ്റൊരു കാര്യം സംസാരിക്കാൻ വന്നു എന്നുള്ളതാണ്. മറ്റൊരു വിസ്മയമാകാൻ വന്നതാണോ ജയൻ ചേർത്തല? അരുൺ, അത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഇതാ KC വേണുഗോപാലിന്റെ വീട്ടിലെത്തി ജയൻ ചേർത്തല കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എത്തുമ്പോഴേക്കും അവർ സംസാരിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നാലെ തന്നെ നമ്മൾ ചോദിച്ചു എന്താണ് കാര്യം. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് തൻ്റെ മണ്ഡലത്തിലെ MP അല്ലേ, അപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലെ ചില കാര്യങ്ങൾ പറയാൻ വന്നതാണ് എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം, കുറച്ച് കാലങ്ങളായി ഈ ഇടത് സാഹചര്യങ്ങളോട് വേറിട്ട് നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ട് എന്ന് പരസ്യമായി തന്നെ പറയുന്ന ഒരാളായിരുന്നു ജയൻ ചേർത്തല എന്നുള്ളതാണ്. CPI ബ്രാഞ്ച് കമ്മിറ്റിയിലെ അംഗം കൂടിയായിരുന്നു നേരത്തെ. പക്ഷെ പിന്നീട് ചില വിയോജിപ്പുകൾ, ആശയപരമായൊക്കെ ചില വിയോജിപ്പുകൾ ഉണ്ട് എന്ന് പരസ്യമായി പറയുകയും അതിൽ നിന്ന് മാറി നിൽക്കുന്നു, ഈ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു എന്നുള്ളത് പറയുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായി ഒരുപക്ഷെ ലാൽ സലാം എന്ന മോഹൻലാലിന് വേണ്ടി സർക്കാർ നടത്തിയ ഒരു പരിപാടിക്ക് ലാൽ സലാം എന്ന് പേരിട്ടതിലടക്കം വലിയ വിമർശനവുമായി ജയൻ ചേർത്തല മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. ആ സമയങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് നടത്തുന്ന പല പരിപാടികളും, കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടന നടത്തുന്ന പല പരിപാടികളുടെയും ഭാഗമാവുകയും ചെയ്തിരുന്നു ജയൻ ചേർത്തല എന്നുള്ളതാണ്. പക്ഷെ അന്നൊക്കെ പാർട്ടി മാറുമോ എന്നൊരു ചോദ്യത്തിന് പാർട്ടി മാറാൻ നിലവിൽ തീരുമാനമില്ല, അവസരം ഉചിതമാകുന്ന സമയത്ത് തീരുമാനമെടുക്കുമെന്നുള്ളതായിരുന്നു ജയൻ ചേർത്തല പല ഘട്ടങ്ങളിലും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ വിസ്മയങ്ങളുടെ ഒരു കാലം കൂടി ആയതുകൊണ്ട് ഇതാണോ ഉചിതമായ സമയം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ പ്രേംകുമാറുമായി ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇവിടെ ഇപ്പോൾ ഇന്ന് ജയൻ ചേർത്തല തന്നെ KC വേണുഗോപാലിന്റെ വീട്ടിലെത്തി ഈ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. ഏതായാലും KC വേണുഗോപാൽ ഇപ്പോൾ KPCCയിലേക്കുള്ള പരിപാടിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്നും വിശദമായ പ്രതികരണം തന്നെ നൽകാമെന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കൂടുതൽ വിസ്മയങ്ങൾ ഉണ്ടാകുമോ, കൂടുതൽ ആളുകൾ ഏതായാലും കോൺഗ്രസിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ എത്തുമോ എന്നത് തന്നെയാണ് അറിയേണ്ടത്. അതിന്റെ സൂചന തന്നെയാണോ ജയൻ ചേർത്തല ഇവിടെ എത്തിയത് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ മറ്റൊരു വിസ്മയം കൂടി നടക്കുന്നു എന്നുള്ളതാണ് അരുൺ. ഓക്കെ, നമുക്കിപ്പം റോഷിപാൽ കൂടിയുണ്ട്. റോഷിപാൽ, ഒരുപാട് വിസ്മയങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ ഒരു സ്ട്രാറ്റജിയാണ്. പുതിയ യാത്ര വരുന്ന സമയത്ത് ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന പലരെയും ഒപ്പം കൂട്ടുക എന്നുള്ളത് ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. അത് കനകോലു മാസ്റ്റർ പ്ലാൻ ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ആ യാത്രയ്ക്ക് നൽകുന്ന വാർത്താ പ്രാധാന്യം കൂട്ടാനും ഒപ്പം തന്നെ സർക്കാരിനെതിരെ മടുത്ത സർക്കാരിൻ്റെ തന്നെ ഇടതുപക്ഷ അനുകൂലികളായ ഒരു വിഭാഗം ഈ കോൺഗ്രസിലേക്ക് വരുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാനും അത് സഹായിക്കും. അതാണ് ആ സ്ട്രാറ്റജിയുടെ തന്ത്രം. അപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. കുഞ്ഞിക്കൃഷിയെ കൂടെ കൂട്ടാൻ ശ്രമിച്ചെങ്കിലും കുഞ്ഞിക്കൃഷിയേട്ടൻ വഴങ്ങിയില്ല. പക്ഷേ അത് വലിയ മൈലേജ് കണ്ണൂർ ഭാഗത്തുണ്ടാക്കി. പാലക്കാട് വരുമ്പോൾ സുരേഷിനെ കൂട്ടുന്നു, PK ശശിയെ കൂട്ടുന്നു. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ പ്രേംകുമാർ ഒരുപക്ഷെ ഈ പുതിയ യാത്രയുടെ ഭാഗമായി തീരുന്നു. ജയൻ ചേർത്തലയും ഇതേപോലെ കൊണ്ടുവരാനുള്ളൊരു നീക്കം നടക്കുന്നത് നമുക്ക് ചില സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയെ വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ജയനത് സമ്മതിച്ചിട്ടില്ല കേട്ടോ റോഷി. അരുൺകുമാർ, ജയൻ ചേർത്തലയെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കം നേരത്തെ സജീവമായിരുന്നു. നേരത്തെ ആലപ്പുഴയിൽ തന്നെ നടന്ന സാംസ്കാരിക സാഹിത്യയുടെ പരിപാടിയിൽ ജയൻ ചേർത്തല പങ്കെടുത്തതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി KC വേണുഗോപാൽ തന്നെയാണ് ജയൻ ചേർത്തലയെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കം അത് സജീവമാക്കുന്നത്. ജയൻ ചേർത്തല നമുക്കറിയാം, നേരത്തെ AYFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ആലപ്പുഴയിൽ പ്രവർത്തിച്ചതാണ്. CPI നേതാവ് കൂടിയായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി സജീവ രാഷ്ട്രീയത്തില്ല. അമ്മയുടെ വൈസ് പ്രസിഡന്റായി സജീവമായി സിനിമാ രംഗത്തും അതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെ ജയൻ ചേർത്തലയെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസിന്റെ ഭാഗമാക്കാനുള്ള നീക്കമാണ് അത് നടക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് KC വേണുഗോപാലുമായി ഇന്ന് രാവിലെ നടന്ന കൂടിക്കാഴ്ച. ഇനി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി ജയൻ ചേർത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നവയുഗ യാത്ര അത് ആലപ്പുഴയിലെത്തുമ്പോൾ ആദ്യ ദിവസം തന്നെ ജയൻ ചേർത്തലയ്ക്ക് വേദിയിൽ അംഗത്വം നൽകാനുള്ള ആലോചനയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. സിനിമാ സാംസ്കാരിക മേഖലയിൽ നിന്നടക്കം നിരവധി പേരെ, നേരത്തെ അത് കോൺഗ്രസ് എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് വ്യക്തികളെ കൂടി കോൺഗ്രസിലേക്ക് എത്തിക്കുക, രാഷ്ട്രീയ പാർട്ടികളെ എത്തിക്കുന്നതിനപ്പുറത്തേക്ക് പൊതു വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയുന്ന പൊതു സ്വീകാര്യതയുള്ള വ്യക്തികളെ പാർട്ടിയിലേക്ക് എത്തിക്കുക, അവരെ കൂടി ഉപയോഗിക്കുക, അവരുടെ ജനപിന്തുണ കൂടെ ഉപയോഗിക്കുക എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ
KC വേണുഗോപാൽ മുൻകൈ എടുത്തുകൊണ്ട് സിനിമാ താരമായ CPIയുടെ മുൻ നേതാവായ ജയൻ ചേർത്തലയെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച തീരുമാനം ഏറെ വൈകില്ല, പക്ഷേ അംഗത്വം എടുക്കുന്നത് ആലപ്പുഴയിൽ യാത്ര എത്തുമ്പോഴായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുനിൽ ഷൈലൂരും റോഷിപാലുമാണ് നമുക്കൊപ്പം ചേർന്നത്.